അത് സ്ത്രീ പുരുഷൻ എന്നതിനപ്പുറത്തേക്ക് വളരാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയ തീപ്പെട്ടി എന്ന കവിതാ സമാഹാരത്തിൽ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്, തൊട്ടാവാടി പെണ്ണ് എന്നാണ് കവിത. ആ തൊട്ടാവാടി പെണ്ണ് എന്ന് പറയുന്ന കവിത ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തൊട്ടാവാടി എന്റെ മനസ്സിൽ വരികയും അത് തൊടുമ്പോൾ ചുരുണ്ടു പോകുന്നത് ഒരു ചിന്തയായി വരികയും പിന്നീട് അതൊരു കവിതയായി വന്നു. അതിന്റെ വരികൾ ഇങ്ങനെയാണ്: ഒന്ന് തൊടുമ്പോൾ തന്നെ ചുരുണ്ടുകൂടിയത്, ഒന്ന് തൊടുമ്പോൾ തന്നെ ചുരുണ്ടുകൂടിയത്, നീ കരുതുന്ന പോലെ പേടി കൊണ്ടായിരുന്നില്ല, നീ കരുതുന്ന പോലെ പേടി കൊണ്ടായിരുന്നില്ല. ഇലകൾക്കും പൂവുകൾക്കും ഇടയിൽ നിന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പോകുന്ന മുള്ളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും കൂടിയായിരുന്നു. സ്ത്രീ എന്ന് പറയുന്നത് അബലയാണ് എന്ന് സ്വയം വിശ്വസിച്ച് നിൽക്കുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ പറയും. ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇങ്ങനെയാണ്, ഒരു ലക്ഷ്മണരേഖ എന്ന് പറയുന്ന പോലെ സ്വയം വരച്ച ഒരു രേഖക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വുമൺ എന്ന് പറയുന്ന വാക്കിനെ ഞാൻ തൽക്കാലത്തേക്ക് ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ, കൂടുതൽ സംസാരിക്കാൻ ഒന്നും ഞാനില്ല. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു തെയ്യം കലാകാരന്റെ മുമ്പിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്ന് തെയ്യം കളിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുക്കമുണ്ട്, അതിൻ്റെതായ ഒരുക്കമുണ്ട്. ഏതൊരു ട്രെയിനിങ് എടുക്കുന്ന സമയത്തും ഏതൊരു പ്രസംഗം നടത്തുന്ന സമയത്തും അതിനുള്ള ഒരു പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും എല്ലാത്തിനെ കുറിച്ചും പറയാനുള്ള ഒരു മിനിമം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ധൈര്യമാണ് ഇവിടെ ഇത്രയെങ്കിലും പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് വുമൺ എന്ന് പറയുന്ന വാക്കിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു 5 പ്രധാനപ്പെട്ട വാക്കുകളാക്കിയിട്ട് മാറ്റുകയാണ്. ഒന്നാമത്തെ വുമൺ എന്നതിന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് വിൽ പവർ എന്നുള്ളതാണ്. വുമൺ എന്ന് പറയുന്നത് ഞാൻ എന്താണ് എന്നുള്ളത് അരുണിമ സിൻഹയെ പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓരോ കഥകൾ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. ലക്നൌവിലെ ഒരു തീവണ്ടിയിൽ വെച്ച് നടന്ന ഒരു അപകടത്തിൽ നിന്ന് അറ്റുപോയ കാലുകൾ വെച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് എനിക്ക് എവറസ്റ്റ് കീഴടക്കണം എന്ന് തീരുമാനിച്ച അരുണിമ സിൻഹ. ആ അരുണിമ സിൻഹ നമുക്ക് ചിത്രമാവണം, പാഠമാവണം, റോൾ മോഡൽ ആവണം. എന്ത് വിചാരിച്ചാലും സാധാരണഗതിയിൽ കാലുകൾ 2 ഉള്ളവർക്ക് പോലും മേലെ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അംപ്യൂട്ടി ആയ ഒരു കാല്, കൃത്രിമ കാൽ വെച്ച് എവറസ്റ്റ് കീഴടക്കിയ അരുണിമ സിൻഹയെ കുറിച്ച് പഠിക്കുക. ജീവിതകാലം മുഴുവൻ 53 വർഷക്കാലം നമ്മുടെ നാട്ടിൽ തൊട്ട് കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന മേഴ്സി മാത്യു എന്ന് പറയുന്ന വനിത, ദയാബായി എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ ഒരു ജീവിതം മുഴുവൻ 19 വർഷത്തിലധികം സ്വയം ജീവിതം സമർപ്പിച്ച് മെഴുകുതിരി പോലെ മധ്യപ്രദേശിലെ ആദിവാസികളുടെ മുമ്പിൽ ജീവിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അധികാരികളുടെയൊക്കെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കൊണ്ട് നമ്മുടെ ഇപ്പോൾ എൻഡോസൾഫാന്റെ വിഷയത്തിൽ അടക്കം കടന്നു ചെന്ന് എല്ലാത്തിലും നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദയാബായി. ഇതൊക്കെയാണ് അടയാളപ്പെടുത്തലുകളാണ് ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് എന്താവണം? ആ ഒരു വിൽ പവർ. ഞാൻ എന്റെ ജീവിതം ഇന്നതാണ്. ദയാബായിയുമായിട്ട് ഞാൻ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി. ഒരു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള ഒരു പ്രചോദനം കിട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞത്, പണ്ട് ചെറുപ്പത്തിൽ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ, ഞങ്ങൾ ടീൻസ് ആണ്, ഞാനും എന്റെ കൂടെ പിറന്ന മറ്റൊരു കുട്ടിയുണ്ട്. ഞങ്ങളെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് എന്റെ കൂടെയുള്ള എന്റെ അനിയൻ ഛർദ്ദിച്ചപ്പോൾ പെട്ടെന്ന് അച്ഛൻ അവിടെ വണ്ടി നിർത്തിയിട്ട് അടുത്ത ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വൃത്തിയാക്കാൻ പോയ സമയത്ത് അച്ഛൻ എന്റെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന 2 സ്ത്രീകളെയാണ് ഏൽപ്പിച്ചിട്ട് പോയത് എന്നെ നോക്കാൻ വേണ്ടി. അച്ഛൻ വരുന്നത് വരെ അച്ഛൻ നോക്കുന്നതിനേക്കാളും നന്നായി ആ സ്ത്രീകൾ എന്നെ പരിപാലിച്ചപ്പോൾ, എന്നോട് ഒരുപാട് കുശലങ്ങൾ ചോദിച്ച് എന്നെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കിയപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ചെറിയ പ്രായമാണ്, 3-3.5 വയസ്സ് പ്രായമാണെങ്കിൽ പോലും അന്ന് ഞാൻ വല്ലാതെ അസ്വസ്ഥ. എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. ഇറങ്ങി വരുമ്പോൾ അച്ഛനോട് ചോദിച്ചു, ആരാണ് അച്ഛൻ ആ 2 പേർ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവര് നഴ്സുമാരാണ്, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ ആ ഒരു 3.5 വയസ്സുകാരിയുടെ മനസ്സിൽ തറഞ്ഞു പോയ സംഭവമാണ് എന്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചതെന്ന് ദയാബായി പറയുമ്പോൾ അന്ന് അവരെടുത്ത തീരുമാനം വിൽ പവർ, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു വിൽ പവർ. നമ്മൾ ചിലപ്പോൾ സ്വാർത്ഥമായ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ചിലപ്പോ എന്റെ ജീവിതം എന്തിനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ, പലതരത്തിലാണ് ചിന്തകൾ, പലതരത്തിലാണ്. അവർ ഇവിടെ അടയാളപ്പെടുത്തി പോവുക തന്നെ ചെയ്യും. വിൽ പവർ എന്ന് പറയുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തത് ഓ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ശുഭാപ്തി വിശ്വാസത്തോടെ എന്തും ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നേ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അറിവ് എത്രത്തോളം ഉണ്ട് അവന് തിളങ്ങാൻ വേണ്ടി സാധിക്കും. എത്രത്തോളം പോളിഷ് ചെയ്യപ്പെടുന്നുണ്ട് അത്രത്തോളം തിളങ്ങാൻ വേണ്ടി സാധിക്കും. ഉള്ളിലേക്കുള്ള കഴിവുകൾ, അവസരങ്ങൾ, പഠനം നിന്ന് പോയെടുത്തുന്നത് വീണ്ടും തുടരാനുള്ള ഒരു സാധ്യത, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഞാൻ ഇപ്പോഴും 10ാം ക്ലാസ്സുകാരിയാണെന്ന് വിചാരിച്ച്, ഞാൻ ഇപ്പോഴും +2 കാരിയാണെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ഇനിയും എത്ര വയസ്സായി എന്നുള്ളത് വിഷയമല്ല.
മാത്രമല്ല എനിക്കിനിയും ഡിഗ്രിയും PGയും ഏത് വേണമെങ്കിലും ഏത് ക്വാളിഫിക്കേഷനും നേടിയെടുക്കാൻ ചില വയസ്സിന്റെ പ്രതിവിധികളുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതിലൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തിരിച്ചറിയണം. എനിക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, അവിടേക്ക് ഞാൻ എത്തിച്ചേരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാവുക. അതാണ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. മൂന്നാമത്തത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നമ്മുടെ മൈൻഡ് സെറ്റ് പലപ്പോഴും നെഗറ്റീവായി പോകുന്നു. നമ്മൾ ഇങ്ങനെയുള്ളൂ, ഞാൻ ഇത്രയേ ഉള്ളൂ, ആരൊക്കെയോ വരച്ച വരകൾ. നിങ്ങളുടെ ഹസ്ബൻഡ് പേരെന്താ? ഇതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പ്രിയയോട് രാധികയോട് മാത്രമേ ഹസ്ബൻഡിന്റെ പേര് ചോദിച്ചുള്ളൂ. ബാക്കിയുള്ളവരെടുത്ത് ഞാൻ വിരല് ചൂണ്ടിയതേ ഉള്ളൂ. ബാക്കി വിരല് ചൂണ്ടിയാൽ ഭർത്താവിന്റെ പേര് പറയുമെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ സമൂഹത്തിനനുസരിച്ച് കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്. അവളോട് ചോദിച്ചത് ഇന്നതാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചു വെക്കുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കണ്ടീഷൻ ചെയ്യുന്നത് അത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം, ഇന്നലെ പോയവര്, ഇന്ന് വന്നവര്, ഇനി ഇതിന് പകരം ഇപ്പൊ ചോദിച്ചാൽ ഇനി നടക്കൂല, ഞാൻ അച്ഛന്റെ പേരായിരുന്നു ചോദിച്ചെങ്കിൽ എല്ലാവരും അവിടെ വരെ പോകും. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിർത്തിയത്. ക്ലിയർ? എവിടെ പോയാലും ഇവിടെ ഉള്ളവരും അവസാനം കേൾക്കാത്ത ആള് മാത്രം എന്തേ എന്ന് ചോദിക്കും, അല്ലാത്തവർ കേട്ടിട്ടുള്ളവരൊക്കെ ആ മൈൻഡ് സെറ്റിൽ ഒതുങ്ങി പോകും. അപ്പൊ മൈൻഡ് സെറ്റ് നമ്മൾ പോസിറ്റീവായി നിലനിർത്തുക. അവളെ പോലെയല്ല ഞാൻ, എന്നെ പോലെയല്ല മറ്റൊരാൾ. ട്രെയിനിങ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, എന്നെ പോലെ ട്രെയിനിങ് എടുക്കുന്ന ഒരാളും ലോകത്തില്ല. കാരണം ഞാൻ യുണീക്കാണ്. മറ്റൊരാളെ പോലെ ഒരിക്കലും എനിക്ക് എടുക്കാൻ കഴിയില്ല. അതെന്റേതാണ്. ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട്. അത് നിലനിർത്താൻ വേണ്ടി സാധിക്കുക. മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കുക. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ദെൻ നാലാമത്തത് എ എന്ന് പറയുന്നത് എയിം ഉണ്ടാവണം. നമുക്കൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, ലക്ഷ്യമുള്ളവര് മാത്രമേ എത്താൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ കാസർഗോഡേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കാസർഗോഡേക്കുള്ള ബസ്സിൽ തന്നെ പോകണം. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ബോർഡില്ലാത്ത ബസ്സിൽ കയറിയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരും. അപ്പോൾ നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വനിതാദിനത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാൻ, ഞാൻ എന്തായി തീരണം, ഇവിടെ എന്തായിട്ടാണ് ഞാൻ അവശേഷിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനം, അതിന് പറ്റിയ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. അതാണ് വനിതാദിനത്തിൽ നമ്മൾ സ്ത്രീകളോടെന്നല്ല ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് നെഗോഷിയേറ്റിംഗ് സ്കിൽ എന്ന് പറയും. നമ്മൾ എല്ലാത്തിനോടും നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്, ജീവിതം എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ ഫാമിലിയിൽ അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും റോളുണ്ട്. ഓരോ ആൾക്കാർക്കും അവരവരുടെ റോളുണ്ട്. ആ റോളുകളെ അഡ്ജസ്റ്റ് ചെയ്ത്, നെഗോഷിയേറ്റ് ചെയ്ത്, സമൂഹത്തിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ വുമൺ എന്ന് പറയുന്നത് വിൽ പവർ ഉണ്ടാവണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം എയിം ഉണ്ടാവണം, അതോടൊപ്പം നെഗോഷിയേറ്റിംഗ് സ്കില്ല് നമ്മളിൽ ഉണ്ടാവണം. എന്തായാലും ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചു, ഒരുപാട് അവസരങ്ങൾ, എല്ലാവർക്കും ഒരുപോലെയാണ് അവസരങ്ങൾ, ഉപയോഗപ്പെടുത്തുന്നതിലാണ് വ്യത്യാസം. പണ്ടൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് അതിസുന്ദരിയായ ഒരു മകളും ഉണ്ടായിരുന്നു. രാജാവിന്റെ മകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു. മകളെ എന്ത് പറഞ്ഞാലും നേടിക്കൊടുക്കുന്ന അച്ഛൻ, അതാണ് ആ രാജാവ്. ആ രാജാവ് എല്ലാ പ്രാവശ്യവും മകളുടെ എന്ത് സൗകര്യത്തിന്, പഠനത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും നന്നായി ശ്രദ്ധിക്കുന്ന അച്ഛൻ, മകൾ വളർന്ന് വലുതായി വന്ന സമയത്ത് മകൾ ഒരു ആഗ്രഹം പറഞ്ഞു, അച്ഛാ എനിക്കൊരാളെ ഇഷ്ടമാണ്. അത് മാത്രമാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. ബാക്കി എന്ത് മക്കളുടെ ഇഷ്ടമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യത്തിൽ എത്തുമ്പോൾ നമ്മൾ വല്ലാതെ സെൽഫിഷ് ആവും, വല്ലാതെ പൊസസീവ് ആവും. അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പുറത്ത് കാണിച്ചില്ല, കാരണം അത്രയും സ്നേഹമുള്ള അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ മകളോട് പറഞ്ഞു, ഓക്കെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, മകളെ, പിന്നീട് ഒരു കൺവിൻസിംഗിലേക്ക് പോയി, മകളെ നിനക്കറിയാമല്ലോ നമ്മൾ രാജകുടുംബമാണ്, നീ ആരെയാണ് ഇഷ്ടം എന്ന് എനിക്കറിയില്ല, എന്ത് തന്നെയായാലും ആ ഇഷ്ടമുള്ളവരെ എനിക്ക് ചെറിയൊരു പരീക്ഷണത്തിന് തയ്യാറാക്കണം. ആ പരീക്ഷണം നേടിയ, യോഗ്യത നേടിയാൽ മാത്രമേ അവനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മകള് പറഞ്ഞു, ഓക്കെ, അവനെ കുറിച്ച് അവൾക്ക് നല്ല വിശ്വാസമായി, അവൻ നല്ല കരുത്തുള്ളവനാണ്, നല്ല യോഗ്യനാണ് എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് അവൾ ആ എഗ്രിമെന്റിൽ സമ്മതിച്ചു. അങ്ങനെ രാജാവ് പറഞ്ഞ മത്സരം ഇങ്ങനെയാണ്. വില്ലൊടിക്കാനൊന്നുമല്ല പറഞ്ഞത്, ചെറിയൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒരു രാജകൊട്ടാരത്തിന്റെ വീതിയിലൂടെ, ഇടവഴിയിലൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 അവസരങ്ങൾ അവന് കൊടുക്കും, 3 കാളകളെ ഇതില് ഈ ഇടവഴിയിലൂടെ പുറത്തേക്ക് വിടും. ഇവൻ ഈ ഇടവഴിയുടെ പുറത്ത് നിന്നിട്ട് ആ വരുന്ന കാളയുടെ വാലിൽ പിടിച്ച് അതിനെ കീഴടക്കുക. ഇത്രയുള്ളൂ കണ്ടീഷൻ. സിമ്പിൾ ആണ്, ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ അതിനുവേണ്ടി ഒരു ഡേറ്റ് തീരുമാനിച്ചു. മകള് സമ്മതിച്ചു, ഈ പയ്യൻ തീരുമാനിച്ചു, പയ്യൻ സമ്മതിച്ചു. നാട്ടുകാര്, പ്രജകള് എല്ലാവരും വന്നു. അയൽ രാജ്യത്തെ രാജാക്കന്മാരൊക്കെ വന്നു. അവരൊക്കെ കാണാനിരിക്കുകയാണ്. ചെറുപ്പക്കാരൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആദ്യത്തെ കാളക്കൂറ്റിന്റെ ഇടനാഴിയിലൂടെ
അഴിച്ചുവിട്ടു. ഒന്നിന് പിറകെ ഒന്നായിട്ടാണ്. ആദ്യത്തെ അവസരം കൊടുക്കുകയാണ്, അഴിച്ചുവിട്ടപ്പോൾ അടുത്തത് പോയി ഇവന് വിചാരിച്ചു, എന്റെ 3 അവസരമുണ്ട് എന്റെ ഉള്ളിൽ, എന്റെ കയ്യിൽ 3 അവസരമുണ്ട്, എന്താ ചെയ്യാം, അതിനെ ഞാൻ പിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. എന്നാൽ ആത്മാർത്ഥമായ ശ്രമമായിരുന്നില്ല, ഒന്ന് കിട്ടിയാൽ പിടിക്കാന്നുള്ള രീതിയിലാണ് അവൻ അങ്ങനെ 1ാമത്തെ കാള കടന്നുപോയി. നല്ല ആരോഗ്യമുള്ള വലിയ ബാഹുബലിയിലെ കാള പോലെയുള്ള ഒരു കാളയായിരുന്നു. 2ാമത്തെ കാളയെ അഴിച്ചുവിട്ടു. 2ാമത്തെ കാള ഇങ്ങനെ വരുന്ന സമയത്ത് 2ാമത്തതിനെ കുറച്ച് മനസ്സ് വെച്ചിട്ട് അവൻ ശ്രമിച്ചു. എന്നാൽ അവന് പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല. എന്നാൽ പൂർണ്ണ മനസ്സോടെയല്ല. എന്നാൽ 3ാമത്തേത് അവസാനത്തെ അവസരമാണ്. ഇത് കിട്ടിയില്ല എങ്കിൽ എനിക്ക് എന്റെ മകളുടെ എന്റെ കാമുകിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പക്കാരൻ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്ത് വന്നാലും ഞാൻ ഇവനെ പിടിച്ച് കീഴടക്കും എന്ന് തീരുമാനിച്ച് അതിന്റെ മേലെ കയറി അതിന്റെ വാലിൽ പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിന് വാലില്ല. അവസരങ്ങൾ ഇങ്ങനെയാണ്. ആദ്യത്തേതിൽ 3 അവസരമല്ല 5 അവസരമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യത്തേതിൽ തന്നെ പിടിച്ച് കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുള്ളൂ. ജീവിതത്തിൽ വിജയമുണ്ടാവട്ടെ. സ്ത്രീകൾ എന്നല്ല, പുരുഷനെന്നല്ല, അവരെ എന്നല്ല, ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒക്കെ പി രാമചന്ദ്രന്റെ കവിതയിൽ പറയുന്ന പോലെ, ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഇട്ടാൽ മതി. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി ഇങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഒരു കൊച്ചു കിളി പോലും ഇവിടെ ജീവിതത്തെ അടയാളപ്പെടുത്തി പോകുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ബാക്കി വെക്കുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കുക. അതിൽ സ്ത്രീയും പുരുഷനുമില്ല, നമ്മൾ മനുഷ്യൻ മാത്രമാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.